ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ആക്രമണം തടയാൻ പാകിസ്ഥാൻ ഏറെ കഷ്ടപ്പെട്ടു. വ്യോമ പ്രതിരോധത്തിനായി പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്നത് ചൈന വികസിപ്പിച്ച സാങ്കേതികവിദ്യയായിരുന്നു. ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും ലൈൻ ഓഫ് കൺട്രോളിലും പാകിസ്ഥാൻ ഉപയോഗിച്ചതും ഈ സാങ്കേതികവിദ്യ തന്നെ. എന്നാൽ അതിനെ പൂർണ്ണമായും നിശ്ചലമാക്കിയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യ നടത്തിയ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ കണ്ടെത്താൻ പോലും കഴിയാതെ പോയി ഈ ചൈനീസ് സംവിധാനങ്ങൾക്ക്. വ്യോമ പ്രതിരോധ സംവിധാനമാകെ ജാം ചെയ്യുകയും അതിൻ്റെ മറവിൽ 23 മിനിറ്റുകൾ കൊണ്ട് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളിൽ വ്യോമസേന കനത്ത നാശം വിതയ്ക്കുകയുമായിരുന്നു. മേഖലയിൽ ഇന്ത്യക്ക് വ്യക്തമായ വ്യോമമേധാവിത്വമുണ്ടെന്ന് ലോകരാജ്യങ്ങൾക്കൊക്കെ ബോധ്യമാക്കി കൊടുക്കാൻ ഇതോടെ ഇന്ത്യക്ക് സാധിച്ചു. ലാഹോറിന് സമീപം വിന്യസിച്ചിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചൈനീസ് HQ-9 വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ നിശ്ചലമാക്കിയത്. ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ജാമിംഗ് നടത്തിയതെന്നും റഡാർ ഇൻസ്റ്റാളേഷനുകളും മിസൈൽ ഇൻഫ്രാസ്ട്രക്ചറുകളും പ്രവർത്തനരഹിതമാക്കാനും നശിപ്പിക്കാനും യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതായും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. വിദേശ സാങ്കേതികവിദ്യകളേക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു. ഇന്ത്യയിലെ നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ ചെറുക്കുന്നതിലും തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സഹായകരമായി. പാകിസ്ഥാൻ അയച്ച ചൈനീസ് PL-15 മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളും റോക്കറ്റ് ആക്രമണങ്ങളും ഇന്ത്യ വിജയകരമായി നിർവീര്യമാക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൈന്യം ഡ്രോണുകളും മിസൈൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ ഇന്ത്യൻ സൈനിക ആസ്ഥാനങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആകാശ് മിസൈൽ പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങളും പെച്ചോറ, OSAK പോലുള്ള പാരമ്പര്യ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ ഗ്രിഡുമായി അവർ ഏറ്റുമുട്ടിയപ്പോൾ അവയെല്ലാം നിർവീര്യമാക്കപ്പെട്ടു. ഏറ്റവും മികച്ചവയെന്ന് കരുതി പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ സാങ്കേതികവിദ്യകളും ആയുധങ്ങളും ഇന്ത്യയുടെ സ്വന്തം സാങ്കേതികവിദ്യകളുടെയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുടെയും മുന്നിൽ ഒന്നുമല്ലെന്ന് തെളിഞ്ഞു. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ചതിൽ കൂടുതലും ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങളായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പരീക്ഷണ വേദി കൂടിയായിരുന്നു.